ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഞാൻ ഇന്ന് കിച്ചണിലല്ല. സാധാരണ എപ്പോഴും ഞാൻ പറയും നമ്മുടെ കൊച്ചടുക്കളയിലാണെന്ന് പറഞ്ഞല്ലേ തുടങ്ങുന്നത്. ഇപ്പൊ കൊച്ചടുക്കളയിലല്ല, ലിവിങ് റൂമിലാണ്. ഇന്ന് ഇവിടെ ഇരിക്കുന്നതിന്റെ കുറെ കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ കുറേ ദിവസമായിട്ട് യാത്രയിലായിരുന്നല്ലോ. യാത്രകൾ യാത്രകൾ യാത്രകൾ, ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ ബ്രേക്ക്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഉസ്ബെക്കിൽ പോയി, അത് കഴിഞ്ഞ് തിരിച്ച് ദുബായ് വഴി വന്നു, പിന്നെ നാട്ടിലെത്തി, കാലിക്കറ്റ് ട്രിപ്പ് നടത്തി, പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്ക് കിട്ടുന്നുണ്ട്. എങ്കിലും യാത്രകൾ തന്നെയാണ്. അപ്പോൾ ചെന്നൈ യാത്രയും കഴിഞ്ഞു, അത് നിങ്ങൾ കണ്ടു. അപ്പോൾ ബേസിക്കലി ചെന്നൈ യാത്ര എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം അജിയുടെയും മീരയുടെയും കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുക, പിന്നെ അതോടൊപ്പം നമ്മൾ പിന്നെ കുറച്ച് ഷോപ്പിങ്, ഫുഡിങ്, നല്ല ഭക്ഷണം കഴിക്കുക, കുറേ ഷോപ്പ് ചെയ്യുക, അതൊക്കെ തന്നെയായിരുന്നു ഒരു റിലാക്സേഷൻ. അപ്പോൾ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് കുറേ അങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുമായിരുന്നു. പിന്നെ നല്ല പട്ടുസാരിയൊക്കെ വാങ്ങണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട് സൈഡിൽ തന്നെ പോകണം. ഇപ്പോൾ കോയമ്പത്തൂരാണെങ്കിലും തമിഴ്നാട്, ഏത് എനി പ്ലേസ് തമിഴ്നാട്ടിൽ, തിരുനെൽവേലിയോ പിന്നെ മധുരൈ, പിന്നെ പറഞ്ഞ മദ്രാസ്, ചെന്നൈ, എല്ലാം കാഞ്ചീപുരം ഒക്കെ നല്ല പട്ടുസാരി. അപ്പോൾ എനിക്ക് പട്ടുസാരിയുടെ കളക്ഷൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. എനിക്ക് അങ്ങനെ ഒരുപാട് പട്ടുസാരി വാങ്ങിക്കാറില്ല. പക്ഷേ എനിക്ക് ഇപ്രാവശ്യം തോന്നി കുറച്ച് പട്ടുസാരി മേടിക്കണം, നല്ല ക്വാളിറ്റി ഉള്ളത്. പിന്നെ അല്ലാണ്ട് കുറേ സാരീസ്, അങ്ങനെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള കടകളിലൊക്കെയാണ് പോയത്, ഒരു 80 വർഷം പഴക്കമുള്ള കടകൾ. അപ്പോൾ അതൊരു എന്താ പറയണ്ടേ, അത് നമുക്ക് വിശ്വസിക്കാം. ഇന്നലെ പൊട്ടിമുളച്ച കടകളല്ല, അല്ലാണ്ട് ഒരുപാട് ട്രഡീഷൻ പറയാനുള്ള പണ്ടത്തെ. അപ്പോൾ അവരൊക്കെ നല്ലതായിട്ട് തന്നെ ബിസിനസ് ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് നമുക്ക് എന്തായാലും ഫ്ലൈറ്റിലാണ് വരുന്നതെങ്കിൽ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വെയിറ്റിൻ്റെ കാര്യത്തിൽ 15 കിലോ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അത് 7 kg ഹാൻഡ് ബാഗേജും. പക്ഷേ അങ്ങോട്ട് തന്നെ ഏതാണ്ട് 14 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്തത്, അനുവിനും കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അനുവും ഞാനും കൊറിയറിൽ ആണ് എല്ലാ കാര്യങ്ങളും അയച്ചത്. അപ്പോൾ കൊറിയർ വന്നതിൻ്റെ പിറ്റേ ദിവസം അടുത്ത ദിവസമൊക്കെ ആയിട്ട് എത്തി. അപ്പോൾ അൺബോക്സിംഗ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് റെഡിമെയ്ഡ് സാരീസും ഞാൻ മേടിച്ചിരുന്നു. 2-3 സാരി പാർവതിക്ക് കൊണ്ടുപോകാനായിട്ടാണ്, പിന്നെ 1-2-3 എനിക്ക്. അതിൽ ആ 9 യാർഡ് സാരി ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്, അയ്യങ്കാർ സാരി, മറ്റേ ഇങ്ങനെ ചേല പോലെ കൊടുക്കുന്നത്. അത് റെഡിമെയ്ഡ് ആകുമ്പോൾ പിന്നെ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങൾ കണ്ടതാണ് ആ വീഡിയോയിൽ, എങ്കിലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ. പഴയ കടകളിലൊക്കെ പട്ട് സാരിയൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ ഇതുപോലെ തറയിലിങ്ങനെ പിരിച്ചിരിക്കുമല്ലോ, പാവിരിച്ചിട്ടൊക്കെയാണ് ഇരുന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, സാരിയൊക്കെ ഇരുന്ന് വാങ്ങിക്കുന്നത്. അതുപോലെ ഇപ്പം ഇരുന്ന് കാണിക്കാം, അതാണ് സൗകര്യം. ഓക്കെ. ബിസിനസ് ചെയ്യാനല്ല കേട്ടോ സാരി വാങ്ങിച്ചിരിക്കുന്നത്, ഇത് ബോക്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ 2 സാരി മാത്രം എൻ്റെ ബാഗിൽ വെച്ച് കൊണ്ടുവന്നു. കാര്യം അത് ഞാൻ ആക്ച്വലി പറഞ്ഞാൽ വിട്ടുപോയി. ഇതിനകത്ത് 2 റൂമിലിരിക്കുമായിരുന്നു, അത് നമ്മൾ മറന്നുപോയി. അന്നേരം അത് പിന്നെ ലാസ്റ്റ് മിനിറ്റ് ആയിരുന്നു. പിന്നെ ഇതും ഒരു ബോക്സിൽ സുന്ദരി സിൽക്സിൽ നിന്ന് മേടിച്ചിട്ട് മറ്റേ എന്താ പറയുക, റോൾ പോളിഷിന് കൊടുത്ത സാരി, ബാന്തിനി, ആ പ്രിൻ്റുള്ള ബാന്തിനി സിൽക്ക്, അത് അവർ കൊറിയറിൽ അയച്ചു തന്നു സെപ്പറേറ്റ് ആയിട്ട്. അൺബോക്സിങ് അമ്മേ. എക്സ്ട്രാ കുറച്ച് മാലയൊക്കെ മേടിച്ചാണ്. പിന്നെന്താ, പിന്നെ ഇത് നമ്മുടെ പാർവതിയുടെ മോള് UK പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് മേടിച്ചതാണ്, പട്ടുപാവാട ബ്ലൗസ്, അവിടുത്തെ ലേമോൾക്ക് വേണ്ടിയിട്ട്. കവേഴ്സിനൊന്നും മാറ്റിയില്ല, കവറായിട്ട് തന്നെ ഇതിനകത്തേക്ക് എടുത്ത് വെച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. ഇനി ബോക്സ് അങ്ങ് മാറ്റാം. ഓക്കെ, യെസ്, ഇറ്റ്സ് ഫുൾ. ഇത് റെഡിമെയ്ഡ് സാരി, ദിസ് ഇസ് ഫോർ മീ. അത് ഞാൻ അങ്ങനെ നൂത്ത് കഴിഞ്ഞാൽ പിന്നെ അത് മടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇത് സാരി, ദിസ് ഇസ് ദ സാരി. ഓക്കെ, ഇത്ര കാണിക്കാം. ദിസ് ഇസ് ബ്ലാക്ക്. ഇത് സാരിയായിട്ട് മേടിച്ചിട്ട് റെഡി ടു വെയർ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അവർ അയച്ചു തന്നു. ഞാൻ സാരി അവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഇതെനിക്കാണ് ബ്ലാക്ക്. എനിക്ക് അധികം മേടിച്ചു. അതിൻ്റെ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ അത് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഇതും അതുപോലെ തന്നെ, ദിസ് ഇസ് അഗെയിൻ അനദർ ബ്ലാക്ക് സാരി. എൻ്റെ അമ്മേ, ഇതെല്ലാം ഒരു 2000 റേഞ്ചാണ് കേട്ടോ. ഇത് 2000 ആ റേഞ്ചാണ്. പക്ഷേ 2 സ്ഥലത്തും 2 ടൈപ്പ് ഓഫ് റേറ്റാണ്. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ റെഡി ടു വെയർ സാരി വാങ്ങാൻ പോയ കടയിൽ നമ്മൾ സാരി മേടിച്ചുകൊണ്ട് പോയി റെഡി ടു വെയർ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നതാണ് കുറച്ചുകൂടി ലാഭം. അവിടുന്ന് തന്നെ സാരി വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്താൽ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇറ്റ്സ് എ നൈസ് സാരി. ഇത് കുറച്ച് ഇങ്ങനത്തെ ടൈപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് റെഡിമെയ്ഡ് ആണെങ്കിൽ എളുപ്പത്തിൽ തന്നെ ഉടുത്തിട്ട് പോകാമല്ലോ. കറക്റ്റായിട്ട് എന്ത് എളുപ്പം അറിയാമോ, ഒരു 10-15 സെക്കൻഡിൽ സാരി ഉടുക്കൽ കഴിയും.
ബ്ലൗസിൻ്റെ പീസാണ്. അത് പിന്നെ തയ്ക്കാമെന്ന് വരച്ചിട്ട് കട്ട് ചെയ്ത് മേടിച്ചിട്ട് വന്നു. ദിസ് ഇസ് ദ ബ്ലൗസ് പീസ്. നൈസ്. അത് പിന്നെ ഇത് തന്നെ ഇടണമെന്നില്ല. എഗെയിൻ ഒരു ബ്ലാക്ക്. എനിക്ക് ബ്ലാക്കിനോട് എന്താണാവോ ഭയങ്കര സ്നേഹം. ഇത് നല്ല രസമുണ്ട്. ഇതും റെഡിമെയ്ഡായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, റെഡി ടു വെയർ. ഇത് ഞാൻ വിചാരിച്ചു ബ്ലാക്ക് ഫുൾ സ്ലീവ് ബ്ലൗസ് ഉണ്ടല്ലോ എനിക്ക്, അതായിരിക്കും നല്ലത്. പിന്നെ അതേ പാറ്റേൺ തന്നെ, അതേ മെറ്റീരിയൽ. ദിസ് ഇസ് ബ്യൂട്ടിഫുൾ ബ്ലൂ ആണ് കേട്ടോ. ഇതും എനിക്ക് തന്നെയാണ്. ഇതൊക്കെ 2000 ആ റേഞ്ചാണ്. സാരി ഇതൊരു സിൽവർ ജെറിയാണ് കൊടുത്തിരിക്കുന്നത്, നോട്ട് ഗോൾഡൻ, ഒരു സിൽവർ ജെറി. ഇതിൻ്റെയും ബ്ലൗസ് നമുക്ക് സെറ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നു സംതിങ് ടു ഡു വിത്ത് സിൽവർ. ഓക്കെ, കളർ കുറച്ച്. പിന്നെ ഇതാണ് മറ്റേ 9 yard സാരി. ഇതിന് മാത്രം എനിക്ക് നല്ലോണം പൈസയായി കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇതുപോലത്തെ സാരീസ് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അത്ര വിലയില്ല. അത് മേടിച്ചിട്ട് ഇപ്പം ഭയങ്കര ക്വാളിറ്റി പട്ടാണെന്നൊന്നും ഇത് പറയാൻ പറ്റില്ല, നോർമൽ ഒരു പട്ട് സാരി പോലെയാണ്. ഇത് വെളിയിൽ നിന്ന് മേടിച്ചിട്ട് നമുക്കൊരു 1000-1500 രൂപയ്ക്കകത്ത് മേടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ രണ്ടും കൂടി ചേർത്തിട്ട് കുറച്ച് പൈസയല്ലേ ആവുള്ളൂ. ഇങ്ങനെ പോയാലും 2000-2500 രൂപയിൽ നിൽക്കും. പക്ഷേ ഇത് അവിടെ നിന്ന് തന്നെ വാങ്ങി അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്തപ്പോൾ ഇതിനൊരു 4500 rupees അവർ ചാർജ് ചെയ്തു. അതെനിക്ക് കുറച്ച് കൂടുതലായിട്ടാണ് തോന്നിയത്. ഇത് 9 yard സാരി. ഇപ്പം 9 yard സാരി എന്ന് പറഞ്ഞിട്ട് പല കടകളിലും, ഇപ്പോൾ രംഗാചാരി എന്ന് പറഞ്ഞ ഷോപ്പിലും 9 yard സാരീസ് ഉണ്ട്. ഇത് റെഡ് ആൻഡ് ഗ്രീൻ. ഇത് ചേലയാണ്, 9 മുഴം 9 yard സാരി. സോ ദിസ് ഇസ് ഡിഫറെൻ്റ്. അതെനിക്കില്ല, ഫസ്റ്റ് ടൈമാണ്. അതായത് ഇപ്പോൾ ഒരു കൽപ്പാത്തിയിലൂടെയോ നമ്മുടെ ഈ അഗ്രഹാരങ്ങളുണ്ടല്ലോ അതുപോലെയുള്ള, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഒരു അഗ്രഹാരത്തിൽ കൂടെ ഇങ്ങനെ ചേലയൊക്കെ കൊടുത്ത് നടക്കൊരു ക്ഷേത്ര ദർശനമൊക്കെ, അത് മനസ്സിൽ കാണുന്നതാണ്. എനിക്കൊരാഗ്രഹം അങ്ങനെ ഒരു ഫീല് കിട്ടാനായിട്ട്. പിന്നെന്താ പറയുക, പിന്നെ ഇതൊരു സാരി ഞാൻ അവിടെ നിന്ന് തന്നെ മേടിച്ചു, അതും സ്റ്റിച്ച് ചെയ്തു. അതിനൊരു ബ്ലൗസൊക്കെ ഉണ്ട്, പക്ഷെ അതെനിക്ക് അത്ര തോന്നുന്നില്ല. നമുക്ക് അല്ലാത്ത ബ്ലൗസ് ഇടാം, ഗ്രീൻ ഇടാം. ബ്ലൗസ് പീസൊന്നും അത് തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇത് ഈ ടൈപ്പൊന്നും ഞാൻ അങ്ങനെ ഇടുന്ന ടൈപ്പല്ല, അത് മാറ്റാം. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ സാരി, ബട്ട് ബോട്ടിൽ ഗ്രീൻ. നൈസ്. ഇതും റെഡി ടു വെയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇതത്ര കോസ്റ്റ്ലി അല്ല, സാധാരണ എത്രയാ നോക്കട്ടെ, കാണുന്നില്ല, എന്തായാലും ബിലോ 1000 ആണ്. നൈസ് സാരി. ഇതൊക്കെ എനിക്ക് 10 സെക്കൻഡ് കൊണ്ട് കൊടുക്കാൻ പറ്റും, 10-15 സെക്കൻഡ്, അത്രയും മതിയാവും. ഒരു കുഴപ്പമില്ല, അപ്പോൾ എളുപ്പമായല്ലോ. ഇത് നോക്കിയാൽ നമ്മുടെ സാധാരണ ഫാൻസി സാരിയാണിത്, ഷിഫോൺ. ഇതും ഞാനൊരു റെഡി ടു വെയർ ആക്കി. ഇതും വലിയ വിലയൊന്നുമില്ല. ഇത് എത്ര, 799, 800 രൂപ. ഓക്കെ, പാവാടയും ബ്ലൗസ് ഇടുന്ന പോലെ അത്രയും ഫാസ്റ്റായിട്ട് ഇടാൻ പറ്റും. ഒരു ബ്ലൗസ് ഇടുന്നു, സ്ട്രെയിറ്റ് അവേ സാരി എടുത്ത് കൊടുത്താൽ മതി. റെഡി ടു വെയർ സാരിയുടെ സ്റ്റിച്ചിങ് റേറ്റ് എനിക്കൊണ്ട് 399, 599 ഒക്കെ. എമർജൻസി സ്റ്റിച്ചിങ് ആണെങ്കിൽ കൂടുതലും മേടിക്കുന്നുണ്ട്, 400 മുതൽ 600 രൂപ വരെ മേടിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇത് മോൾക്ക് മേടിച്ചത് നോക്കി. പാർവതിക്ക് സാരി ഉടുക്കാനൊന്നും അത്ര വലിയ എക്സ്പീരിയൻസ് ഇല്ല, അപ്പോൾ റെഡി ടു വെയർ സാരി ആണെങ്കിൽ എളുപ്പമായല്ലോ. എന്തെങ്കിലും ഒക്കേഷന് മാത്രമേ വേണ്ടി വരുള്ളൂ, അവിടെ അങ്ങനെ അല്ലാണ്ട് സാരി ഉടുക്കുന്നില്ലല്ലോ. അപ്പോൾ ബ്ലൗസും കൂടി സ്റ്റിച്ച് ചെയ്ത് വാങ്ങിച്ചു. അത് എൻ്റെ മെഷർമെൻറ്റിലാണ് മേടിച്ചിരിക്കുന്നത്, കുറച്ചൊരു ഓൾട്രേഷൻ വെച്ചിട്ട്. അത് അകത്ത് സ്പേസ് ഇട്ടിട്ടുണ്ട്, ഞാൻ അവിടെ ചെന്നിട്ട് മോളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് നോക്കിയിട്ട് ചെറിയ ഓൾട്രേഷനൊക്കെ ഞാൻ സൂചി നൂലും കൊണ്ട് തയ്ച്ചു കൊടുക്കും. അത്രയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് അതൊരു ഇതായിട്ട് വെക്കണം. പിന്നെ വേറെ 2 സാരിയും കൂടെ പാർവതിക്ക് വേണ്ടി മേടിച്ചു. ചെറിയൊരു സിൽക്ക് ലുക്ക് തന്നെയുള്ള സാരീസാണ്. ഈ ഒരു കളർ കോമ്പിനേഷൻ, ഒരു കോപ്പർ ബ്രൗൺ ആൻഡ് പിങ്ക്. ഇത് നല്ല സാരിയല്ലേ, നൈസ്. ഇതാണ് അതിൻ്റെ ബ്ലൗസ്, അത് സ്റ്റിച്ച് ചെയ്ത് മേടിച്ചു. പാർവതി. നമുക്കെല്ലാം സാരി പെട്ടെന്ന് ഉടുക്കാൻ അറിയാം. എനിക്കാണെങ്കിലും അനുവിനാണെങ്കിലും സാരി വേറെ ഒരു വലിയ ഇഷ്യൂ അല്ല. പക്ഷെ പാർവതി അവിടെ സാരി ഉടുക്കാറുമില്ല. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാനാണ് ഉടുക്കാനൊക്കെ സഹായിച്ചുകൊണ്ടിരുന്നത്, എന്തെങ്കിലും അത്യാവശ്യം ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ. ഇപ്പം അതൊരു ബുദ്ധിമുട്ടാണ് ആക്ച്വലി പറഞ്ഞാൽ. അതുകൊണ്ട് ഇങ്ങനെ ഒരു സാരി ഈസ് ഗുഡ് ഫോർ ഹെർ. അപ്പോൾ ഇത് പാർവതീസ് കളക്ഷൻ ഉണ്ട്. പിന്നെ ഇനി ഒരു സാരിയും കൂടെ ഉണ്ട്, അതൊരു ടിഷ്യൂ ടൈപ്പാണ്. ഇത് നല്ല ഒരു സാരിയാണ്. ഇറ്റ്സ് എ നൈസ് ബ്യൂട്ടിഫുൾ സാരി. ഇത് ഉടുത്ത് വരുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും. ഒരു ക്രഷ്ഡ് ടിഷ്യൂ പോലെ
ഓക്കെ, ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 3000 ആ റേഞ്ചിലൊക്കെ ആയിരുന്നു തോന്നുന്നു. നോക്കട്ടെ. ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 2000 റേഞ്ചേ ഉള്ളൂ. ഡ്രൈ ക്ലീൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനത്തെ സാരിയാണ്. ഇതിന്റെ ബ്ലൗസ് എന്ന് പറയുമ്പോൾ അതൊരു ലൈറ്റ് എന്താ പറയാ, ഗോൾഡൻ എന്ന് പറയില്ല, ഒരു മാറ്റ് ഫിനിഷ് ആണ്. ഗോൾഡൻ ബൊക്കേഡ് ആണെങ്കിലും അങ്ങനത്തെ ഒരു സിൽവർ ആൻഡ് അത് വന്നിട്ടുള്ള ജെറി ടൈപ്പ് ക്രഷ്ഡ് ഇങ്ങനെ. ഓക്കെ, ഇതൊക്കെ റെഡി ടു വെയർ ആയിട്ട് വെച്ചിരിക്കുകയാണ്. 10-15 സെക്കൻഡിൽ ജസ്റ്റ് ഒന്ന് ചുറ്റിയാൽ മതി, സംഭവം റെഡി. ഇത് നമ്മുടെ സുന്ദരി സിൽക്സ്, നല്ല പ്യോർ പട്ട് സാരികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇത് അത്ര കൂടിയതല്ല, നോക്കിക്കോളൂ. ഇത് ഷിഫോൺ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷിഫോൺ ടൈപ്പ് സാരീസ്, ജോർജറ്റ് അങ്ങനത്തെ ഒക്കെ. ഇത് വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മൾ അവിടെ നിന്ന് മേടിച്ചതിൻ്റെ ബ്രൊക്കേഡ് ഡിഫറെൻ്റ് ആണ്, കണ്ടില്ലേ? ഇത് ഡിസൈൻ ഇസ് ഡിഫറെൻറ്റ്, മെറ്റീരിയൽ ഡിഫറെൻ്റ് ആണ്, ബ്രൊക്കേഡ് ബോർഡർ ഒക്കെ ഡിഫറെൻ്റ് ആണ്. ഇതൊരു 2000 റേഞ്ചാണ്. ഇത് 800 രൂപയൊക്കെ ഉള്ളൂ, 799. ഇത് നേവി ബ്ലൂ, ഭയങ്കര ഡാർക്ക് ബ്ലൂ ആണ്. കണ്ടു കഴിഞ്ഞാൽ ബ്ലാക്ക് പോലെ ഇരിക്കും. വിലയൊന്നും അത്രയില്ല. സിസ്റ്റർ 786. ഇതൊരു ജോർജറ്റ് അങ്ങനത്തെ ടൈപ്പ് ഷിഫോൺ. കുറച്ച് തിന്നാണ്, പക്ഷെ ഇങ്ങനെ ഒരു ലെയർ 2 ലെയർ ആയിട്ട് ഇട്ടാൽ ഓക്കെയാണ്. ഇതൊരു സാരി, ഇതേപോലെ തന്നെ 2 കളറും കൂടി മേടിച്ചു. ഇതെനിക്ക് ഇഷ്ടമുള്ള കളേഴ്സ് തന്നെയാണ് എല്ലാം. ദിസ് ഇസ് എ ഗ്രീൻ വൺ, പിന്നെ ഇതൊരു മെജന്ത റെഡ് ആണ്. സെയിം, 2 സൈഡിലും ബോർഡർ ഉണ്ട്. ഒരു കാഷ്വൽ വെയറിനൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് കൊടുക്കാൻ പറ്റും. ഞാനൊരു തുണിക്കടക്കാരിയായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഞാൻ ആ കടയിലൊക്കെ ചെന്നപ്പോൾ അവരിരുന്ന് കച്ചവടം ചെയ്യാനിരിക്കുന്ന ഒരു പാറ്റേണിലാണ് ഞാനും ഇരിക്കുന്നത്. ഇപ്പോൾ ഇത് ഒരു പാക്കറ്റ് സുന്ദരി സിൽക്സിൻ്റെ. സുന്ദരി എന്ന് വേറെ ഒരു പ്രധാനമായിട്ട് വാങ്ങിച്ച കാര്യമാണ് ഞാൻ ഇനി എടുക്കാൻ പോകുന്നത്. ഇത് അവർ കൊറിയർ അയച്ചു തന്നു. അന്ന് എനിക്ക് കൂടെ കൊണ്ടുവരാൻ പറ്റിയില്ല, കാരണം ഇതാണ് അവിടെ നിന്ന് വാങ്ങിച്ച കോസ്റ്റ്ലി സാരി. ഇത് ബാന്തിനി സിൽക്ക്. അത് റോൾ പോളിഷ് ചെയ്യാനായിട്ട് കൊടുത്തതുകൊണ്ട് ഒരു 2-3 ദിവസം സമയമെടുത്തു. ഞാൻ എന്നെ തന്നെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ്, എന്നിട്ട് ഞാനിങ്ങനെ കുറേ മേടിക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടല്ലോ. ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ ഷൂട്ടിൻ്റെ ആവശ്യമുണ്ട്. ഒരിക്കൽ ഉടുത്ത സാരി വീണ്ടും വീണ്ടും ഉടുക്കുമ്പോൾ അത് ഒരു റെപ്പറ്റീഷൻ, അത് ന്യൂ വീഡിയോ ആണെന്ന് പോലും ചിലപ്പോൾ ഒരു പക്ഷേ അറിയാൻ പറ്റില്ല. പിന്നെ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഒരുപാട് പരിപാടികൾക്ക് ഗസ്റ്റായിട്ടൊക്കെ പോകാറുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴും നമുക്ക് അത്യാവശ്യം നല്ല പാർട്ടി വെയർ സാരീസോ പട്ട് സാരിയോ നല്ലൊരു ഫോർമലായിട്ട് പോകുന്ന ഫങ്ഷനല്ലേ, അപ്പോൾ അതിനും വേണം. അന്നേരം ഒരിക്കൽ പോയ സ്ഥലത്ത് ആ സാരി തന്നെ പിന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ആവശ്യങ്ങളുള്ളത് കൊണ്ടാണ് കൂടുതലും മേടിക്കുന്നത്. മാജികോന് വേണ്ടി ഞാൻ കൂടുതലും കോട്ടൺ സാരീസ് തന്നെയാണ് മേടിക്കുന്നത്. അപ്പോൾ ഇതിൽ കോട്ടൺ ആയിട്ട് വരുന്ന സാരീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാജികോണിലും ഇടാൻ പറ്റും. ഇതിന് സെപ്പറേറ്റ് പൈസ നമ്മളുടെ നിന്ന് വാങ്ങി, എത്രയോ കൊറിയർ ചാർജസ് എന്ന് പറഞ്ഞിട്ട്. ഇതിങ്ങനെ പോളിഷ് ചെയ്തില്ലെങ്കിൽ ഉടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് ഓക്കെ, ഇപ്പം എന്ത് ചെറിയ പീസായി. ഇത് ആക്ച്വലി അവിടെ നിന്ന് വാങ്ങുമ്പോൾ നിങ്ങൾ കണ്ടാണല്ലോ, ഭയങ്കര വലിപ്പത്തിലായിരുന്നേ. വാവ്, അയ്യോ എൻ്റെ ബ്ലൗസാണ്. ഇപ്പൊ സോഫ്റ്റായി. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കളർ കോംബോ. എന്ത് ഭംഗിയായിരുന്നു എന്നറിയാമോ ഇങ്ങനെ. വാവ്, ഇത് ബാന്തിനി സിൽക്കാണ് കേട്ടോ. ഇതിൻ്റെ വില 6573 ആയിരുന്നു. ഓൾമോസ്റ്റ് 6600 രൂപ അടുപ്പിച്ചായി. ഇത് പ്യുവറായിട്ടുള്ള സിൽക്കാണ്, ബാന്തിനി സിൽക്ക്. സോ ബ്യൂട്ടിഫുൾ. ഇപ്പം സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അയ്യോ എനിക്ക് പറയാനറിയില്ല. ഇങ്ങനെ ദേഹത്ത് നമുക്കിങ്ങനെ ഒട്ടി കിടക്കുന്ന ടൈപ്പ്, അത്രയും സോഫ്റ്റ്. ഇറ്റ്സ് എ വെരി വെരി ബ്യൂട്ടിഫുൾ സാരി. എനിക്കിത് ഉടുക്കാൻ ഇങ്ങനെ അത്യാവശ്യം തോന്നിയിരിക്കുന്ന ഒരു സാധനമാണ്. ഇത് ഏത് ഫംഗ്ഷൻ ഉടുക്കണം എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ സോ ബ്യൂട്ടിഫുൾ. അതിനൊരു ബ്ലൗസും കൂടി ഉണ്ട്. ഞാനിത് എടുത്തിട്ട് തിരിച്ചു വയ്ക്കാനായിട്ട് എനിക്ക് അത്രയും നന്നായിട്ട് മടക്കാനൊന്നും അറിയില്ല. അതിൻ്റെ തന്നെ വേറൊരു കോംബോ, അഗൈൻ സെയിം പ്രൈസാണ്, 6573. സുന്ദരി സിൽക്സ്. വാവ്, അതെൻ്റെ ഗ്രീൻ ബ്ലൗസ്. എൻ്റെ അമ്മേ എന്ത് ഭംഗിയാ. ഇതൊരു 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്ലൂ ആൻഡ് എ ഗ്രീൻ വരും അകത്തോട്ട്. നോക്കിക്കോളൂ, മനോഹരമായ സാരി കേട്ടോ. ഇത് ഒരു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗ്രീന് ബ്ലൂവിൻ്റെ തന്നെ 2 ഷെയ്ഡ് ഇങ്ങനെയാണ് വരുന്നത്. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്ത് കാണുമ്പോൾ. ഇത് ഭംഗി നോക്കിയേ. ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഗ്രീനും കൂടി വരും കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. ആൻഡ് ദ ബ്ലൗസ് ഇസ് ഗ്രീൻ. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ കളറുമായിട്ട് മാച്ച് ആയിക്കോളും, കുഴപ്പമില്ല. ഇങ്ങനെ വരുന്നത്, അയ്യോ മനോഹരമായ സാരിയാണ്.
ഗ്രീൻ ആൻഡ് 2 ഡിഫറെൻറ്റ് ബ്ലൂ. എന്ത് ഭംഗിയല്ലേ. ബാന്തിനി സിൽക്ക്. ഇതിൻ്റെ എന്തുമാത്രം കളർ കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു എന്ന് പറയാം. വേറെ ഒരുപാടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് എല്ലാം കൂടി പറ്റില്ല. അത് കാരണം ഞാൻ ഉള്ളതിൽ ഏറ്റവും എനിക്ക് ഓക്കെ 2 മതി എന്ന് തോന്നുമ്പോൾ ഇതെടുക്കാം. ദ ബെസ്റ്റ് ഓഫ് എൻ്റെ ചോയ്സിൽ. ഇതിൽ തന്നെ ഓറഞ്ച് ആൻഡ് പിങ്ക് ഉണ്ടായിരുന്നു കോമ്പിനേഷൻ. അങ്ങനെ ഡിഫറെൻറ്റ് കോമ്പോസ് ആണ്. ഇനി ഇത് ഞാൻ മടക്കി തിരിച്ചു വയ്ക്കുമ്പോൾ ആ പഴയ കോമ്പാക്റ്റ് ആയിരിക്കില്ല. ഇപ്പൊ ആ കളക്ഷൻ കഴിഞ്ഞു. നല്ല നമ്മൾ ലാസ്റ്റ് എടുക്കാൻ പോവാണ്. ഇനി ഇതാണ് രംഗാചാരി ക്ലോത്ത്സ് സ്റ്റോർ. ഇത് വളരെ പഴക്കം ചെന്ന ഒരു കടയാണ്. ഇവിടെ നിന്ന് ഞാൻ കുറച്ച് ഒരു ഡിഫറെന്റ് ടൈപ്പാണ് എടുത്തത്. ഇത് നോക്കിയേ, ഇതൊരു കോട്ടൺ ആണ്, കാഞ്ചി കോട്ടൺ ആണ്. ഇത് 3 ഷെയ്ഡ് വരുന്നുണ്ട്. ഇത് നമുക്ക് മാജിക് ഓവനിലൊക്കെ എടുക്കാൻ പറ്റിയ സാരിയാണ്. 3 ഷെയ്ഡ്സ്, ഡാർക്ക് ഗ്രീൻ, പിന്നെ ഒരു ലൈറ്റർ ഷെയ്ഡ് ആൻഡ് ഒരു ലാവൻഡർ പേർപ്പിൾ. നല്ല ഭംഗിയില്ല. വിത്തൗട്ട് ബ്ലൗസ് ആണ്. അപ്പൊ അതുകൊണ്ടൊരു കോംബോ എങ്ങനെ വേണം നോക്കിയിട്ട് അവിടെ ഇഷ്ടം പോലെ റണ്ണിങ് മെറ്റീരിയൽസ് ഉണ്ട് ബ്ലൗസ് ഒക്കെ എടുക്കാൻ. അപ്പൊ ഞാനൊരു ഇതിനൊരു സൂട്ടബിൾ ആയിട്ടൊരു ഇക്കത്തിന്റെ ഒരു ബ്ലൗസിന്റെ പീസ് ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഒരു ലോങ് സ്ലീവിൽ സ്റ്റിച്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഫുൾ അങ്ങനത്തെ ഇത് ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത്. ഇതുമായിട്ട് കുറച്ച് കോമ്പിനേഷൻ ഒക്കെയാണ് ഈ ബ്ലൗസ്. സോ ഇറ്റ് വിൽ ബി നൈസ്. ഇതൊരു ഫോർമൽ ഒരു മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ, ഒഫീഷ്യൽ ആയിട്ടുള്ള പരിപാടികൾക്കൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ മാജിക് ഓവനിൽ ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ പരിപാടിക്കുള്ള നമുക്ക് ഇടാൻ പറ്റും. ഇതാണ് എന്താ പറയുക, ഖാദി കോട്ടൺ. ഇതും നല്ല രസമുണ്ട്. കാഷ്വൽ ആയിട്ട് നമുക്ക് ഇങ്ങനെ വേറെ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ സാരി. ഇങ്ങനെ സ്റ്റാർച്ച് ചെയ്ത് കൊടുക്കേണ്ടതല്ല, അല്ലാത്ത സാരി. ഇതിന്റെ ഒരു വില എന്ന് പറഞ്ഞാൽ ഇത് വലിയ വിലയൊന്നുമില്ല. 960, 1000 രൂപ ആയില്ല കേട്ടോ. അപ്പൊ ഇഷ്ടമായോ? അടിപൊളിയല്ലേ? എനിക്കിഷ്ടമായി. നൈസ് പല്ലു. ദിസ് ഈസ് ജസ്റ്റ് 960. ഭയങ്കര നല്ല ലാഭമായിട്ട് എനിക്ക് തോന്നുന്നു. ഇനി കുറച്ച് കോട്ടൺസ് ആണ് കേട്ടോ. ഇതെല്ലാം രംഗാചാര്യന് വാങ്ങിച്ചതാണ്. വലിയ കോസ്റ്റ്ലി ടൈപ്പല്ല. അല്ല, ഇത് 610 രൂപയുള്ളൂ. ഇതൊരു മാമ്പഴ യെല്ലോ ആണ് കേട്ടോ, മാംഗോ യെല്ലോ. ഇറ്റ്സ് കോട്ടൺ, ഹാൻഡ്ലൂം കോട്ടൺ ആണ്. ഇഷ്ടമുള്ള കളറാണ്. എനിക്ക് ഏത് കളറാണ് ഇഷ്ടമല്ല, എല്ലാ കളേഴ്സും ഇഷ്ടമാണ്. ഇതിങ്ങനെ ത്രെഡ് വർക്കാണ്. ഹാൻഡ്ലൂം ബ്യൂട്ടിഫുൾ കോട്ടൺസ്, പ്യുവർ കോട്ടൺ ആണ്. ഇത് നല്ല വിലക്കുറവാണ്. 610, 600 രൂപ, 610. എന്ത് ഭംഗിയുള്ള സാരിയാണ്. ഇതേപോലെ തന്നെ സെയിം പാറ്റേൺ, സെയിം ടൈപ്പ് ഓഫ് സാരി തന്നെ ഡിഫറെന്റ് കളേഴ്സ്. ഡിഫറെന്റ് കളേഴ്സ് ആണ്. ഇതേ മെജന്ത, റെഡ്, എല്ലാം 600 രൂപയുള്ളൂ. 610. എന്ത് ലാഭമല്ലേ? ഇവിടെ നിന്ന് എന്തായാലും കിട്ടാൻ പറ്റില്ല. കേരളത്തിൽ ഒരു കടയിലും കിട്ടുന്നത്. ജനറലി എനിക്ക് വൈബ്രന്റ് കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ നല്ല കളർഫുൾ ആയിട്ട്. അതുപോലെ എനിക്ക് ഡാർക്ക് ഷെയ്ഡ്സ് ഭയങ്കര ഇഷ്ടമാണ്. അറ്റ് ദ സെയിം ടൈം എനിക്ക് ബ്ലാക്ക് ഇഷ്ടമാണ്, ബോട്ടിൽ ഇങ്ങനെ കുറേ കളേഴ്സ് ഇഷ്ടം. റെഡ്, മെജന്ത, പിങ്ക്, ലൗഡ് കളേഴ്സ്. അറ്റ് ദ സെയിം ടൈം എനിക്ക് വൈറ്റ് ഇഷ്ടമാണ്. അത് സ്പേഷ്യൽ കളേഴ്സ് ഇഷ്ടമാണ്, ലൈറ്റ് പിങ്ക്, പീച്ച്, അങ്ങനത്തെ കളേഴ്സും ഇഷ്ടമാണ്. അപ്പൊ ഏത് കളറാണ് എനിക്ക് ഇഷ്ടമല്ല എന്ന് ചോദിച്ചാൽ എനിക്ക് എല്ലാ കളേഴ്സും ഇഷ്ടമാണ്. ഒരു കളറും എനിക്ക് ഇഷ്ടമില്ലാതെ ഇല്ല. അതെല്ലാം ക്യാപ്റ്റി കളർ എല്ലാം. ഇത് നോക്കേ, ഇതായത് തന്നെ മെജന്ത, ഇതാണ് യെല്ലോ. ഇങ്ങനെയാണ് മേടിച്ചത്. 3 ഡിഫറെന്റ് ഷെയ്ഡ്സ്. അങ്ങനെയല്ലേ? ഇതിനെല്ലാം ബ്ലൗസസ് ഒക്കെ വേണമെങ്കിൽ പ്രിന്റഡ് ബ്ലൗസും ആകാം, പ്ലെയിൻ ബ്ലൗസും ആകാം. എന്താണെങ്കിലും നല്ലതായിരിക്കും. അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് പ്ലെയിൻ ഇടാം, അല്ലെങ്കിൽ പല പല ടൈപ്പ് ഓഫ് ഇക്കത്ത് പോലെ അങ്ങനത്തെ കലംകാരിയുടെയോ എന്തെങ്കിലുമൊക്കെ കോൺട്രാസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് പ്ലെയിൻ ബ്ലൗസ് ഇടാം. അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇനി അവിടെ നിന്ന് മേടിച്ചത് രംഗാചാര്യയിൽ നിന്ന് മേടിച്ച മറ്റൊരു മെറൂൺ കോട്ടൺ. ഈ കോമ്പിനേഷൻ നോക്ക്, വേറെ അല്ലേ? മെറൂണില് ഒരു ഫ്ലോറസെന്റ് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ ആണ്. ഒരു ഹാഫിലെ ബൂട്ടാസ്, ഇതില് ലൈൻസ് ഇതുപോലെ. പിന്നെ ഇത് നോക്കിയോ, ഇതും പ്യുവർ കോട്ടൺ ആണ്. ഹാൻഡ് ടൈപ്പ്, നല്ലൊരു കോൺട്രാസ്റ്റ്. ഇത് ഇങ്ങനത്തെ ഒരു കളർ കോമ്പിനേഷൻ കണ്ടിട്ടേ ഇല്ല.
വെരി ഡിഫറെൻറ്റ്. അതാണ് ചാടി വീണ. അത് ഇതിൻ്റെ വില നോക്കട്ടെ, വലിയ വിലയൊന്നും. അതെല്ലാം കുറച്ച് കുറവാണ്. 840, 840 അത്രയായിട്ടുള്ളൂ. മറ്റൊരു ബ്ലൂ സാരിയാണിത്. ഇതും ഹാൻഡ്ലൂമാണ്, പ്യുവർ ഹാൻഡ്ലൂം. ഇതൊക്കെ മാജിക് ഓവന് പറ്റിയ സാരീസാണ്. 700, 700 രൂപയുള്ളൂ. ബ്ലാക്ക് ബ്ലൗസ് നല്ല രസമാണ്. പിന്നെ ഒരു ബ്യൂട്ടിഫുൾ സാരി ഞാൻ കാണിച്ചു തരട്ടെ. ഇത് വിത്ത് ബ്ലൗസ് ആണെന്ന് പറയുന്നത്. സോ നൈസ്. പക്ഷെ വൺ സൈഡാണ് ബോർഡർ. ഇതിന് ഭയങ്കര രസമുണ്ട്. വിത്ത് ത്രെഡ് വർക്കാണ് ആൻഡ് വിത്ത് ബ്ലൗസ് ആണ്. ബ്ലൗസ് എനിക്കൊന്ന് റണ്ണിങ് ആണെന്ന് തോന്നുന്നു, നോക്കില്ല. ഇതും വലിയ വിലയൊന്നുമില്ല കേട്ടോ, ഭയങ്കര ലാഭമാണ്. 650, 650 രൂപ. ഇത് ഭംഗിയല്ലേ, മനോഹരം. ഒറ്റ വൺ സൈഡ് ബോർഡറേ ഉള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ, അത് കുഴപ്പമില്ല. നമ്മൾ എപ്പോഴും ഈ ഭാഗമാണല്ലോ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യുന്നത്, ഇങ്ങനെ കുത്തി വെക്കുകയാണെങ്കിൽ. വൺ സൈഡ് ഇസ് നോട്ട്. യെസ്, നല്ലൊരു യെല്ലോ ആണിത്. ഇതൊരു ബ്രാഹ്മിൻ സാരി പോലത്തെ ഇങ്ങനത്തെ സാരീസാണ് ബ്രാഹ്മിൻസിന് ഇഷ്ടമുള്ള ഈ ഡിസൈനൊക്കെയാണ് ഇങ്ങനത്തെ. തമിഴ്നാട്ടിൽ പോകുന്നതുകൊണ്ട് അങ്ങനത്തെ കുറേ നല്ല കളക്ഷൻസ് കിട്ടും. അപ്പൊ ഈ കളറുമായി എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇതേ നോക്കൂ, അയ്യോ ഇതെന്താ, എല്ലാ ഡാർക്ക് ഷെയ്ഡ്സ് അല്ലേ കണ്ടത്. ഇനി ഒരു ലൈറ്റ് ഷെയ്ഡ് വൈറ്റ്, ബ്യൂട്ടിഫുൾ വൈറ്റ്. രണ്ട് സൈഡിലും ഹാൻഡ്ലൂം, മറ്റേ ജെറി വർക്ക്. ഇത് പ്യുവർ ഹാൻഡ്ലൂമാണ്, പ്യുവർ ബ്യൂട്ടിഫുൾ സാരി. ഓക്കെ, ഇതിൽ ഫുള്ള് ഇത് കസവിന്റെ നൂലാണ്. ലൈക്ക് എന്താ പറയാ, ഗോൾഡൻ ത്രെഡ് പോണു, ചെക്സ് പാറ്റേൺ. രണ്ട് സൈഡിലും നല്ല ചുമന്ന കളറില് മനോഹരമായ ബോർഡർ വിത്ത് ബുട്ടാസിന്റെ വില നോക്കട്ടെ. വലിയ കോസ്റ്റ്ലി ഒന്നും അല്ലായിരുന്നു. യെസ്, ഐ വിൽ ടെൽ യു. യു പറഞ്ഞാൽ വിശ്വസിക്കില്ല, 900 റുപ്പീസ് ഉള്ളി. വെറും 900 രൂപ, 1000 രൂപ പോലും അല്ല. എന്ത് ഭംഗിയല്ലേ. ഇതൊക്കെ ഉടുക്കാനായിട്ട് എനിക്ക് അത്യാവശ്യമായിട്ടിരിക്കുകയാണ്. പക്ഷെ എവിടെ പോകും, എപ്പോ ഉടുക്കുന്നൊന്നും പറയാൻ പറ്റില്ല. സോ നൈസ്. ഇത് നോക്കിയേ, ഒരു ഗോപുരമൊക്കെയാണ് ബോർഡർ. ഇത് നോക്കിയേ, ഈ കളർ. ഇതും പ്യുവർ കോട്ടൺ ഹാൻഡ്ലൂം. ഒരു സൈഡിലെ ബോർഡർ കുറച്ച് കൂടുതൽ വീതി. അത് ടെമ്പിളിന്റെ ഗോപുരമാണ്. നോക്കൂ, ഇത് ഞാൻ വളരെ അപൂർവമായിട്ട് കാണുന്ന കാഴ്ചയാണ്. ഇതും നല്ല ചെക്സ് ഉണ്ട്. ബോർഡർ ഇസ് കോഫി ബ്രൗൺ. ഇത് മുന്താണി. ഓക്കെ, ഇതെല്ലാം വീതി ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് ജെറി ആണ്, ഹാൻഡ്ലൂം ജെറീസ്. ഇങ്ങനെ ഗോൾഡൻ ത്രെഡ്. ഇങ്ങനെ കണ്ടിട്ടുണ്ടോ ഈ പാറ്റേൺ? ഞാൻ കണ്ടിട്ടേ ഇല്ല, ഫസ്റ്റ് ടൈമാണ്. നല്ല വീതിയുള്ള ഒരു സൈഡ്. അപ്പോൾ ഇത് ഫ്രണ്ടിൽ വരുന്ന വലിയ ബോർഡർ നമ്മൾ പ്ലീറ്റൊക്കെ എടുത്ത് ഇങ്ങനെ കുത്തുകയാണെങ്കിൽ ഇതായിരിക്കും ആദ്യം ഫ്രണ്ടിൽ വരുന്നത്. ഇത് സൈഡിലും വരും, കുറച്ച് വീതി കുറഞ്ഞിട്ടുള്ള ബോർഡർ. ഇങ്ങനെയാണ് ഇതിൻ്റെ. ഇത് ശരിക്കും ടിപ്പിക്കലി പട്ടുസാരിയുടെ അതേ പാറ്റേൺ ഡിസൈൻ അല്ലാണ്, പക്ഷെ കോട്ടൺ ആണ്, ഹാൻഡ്ലൂം കോട്ടൺ. ഇറ്റ്സ് വെരി നൈസ് ടു വെയർ. വെറും അല്ലേ 900 റുപ്പീസ് എന്ന് പറഞ്ഞ വീട് എവിടെ കിട്ടും? ഇവിടെ കിട്ടില്ല. ഈ കളറിലെ ബ്ലൗസ് ഇട്ടാൽ മതി, നല്ലതായിരിക്കും. സോ ദിസ് ഇസ് അനദർ മനോഹരമായ സ്കീം. ആക്ച്വലി പറഞ്ഞാൽ ഇത്ര വിശദമായിട്ട് എനിക്ക് അവിടെ വെച്ച് കാണിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം പല ഷോപ്സിലും അവർക്ക് ക്യാമറയിൽ ഷൂട്ട് ചെയ്യണമെന്ന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാനതിന് കാര്യമായിട്ടൊന്നും ചോദിച്ചില്ല. അപ്പോൾ നമ്മൾ എടുക്കുന്ന സാരീസ് മാത്രം ചെറുതായിട്ടൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വിശാലമായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചൊരു അൺബോക്സിങ് വീഡിയോയിൽ തന്നെ കാണിക്കാൻ വിചാരിച്ചു. അതാണ് സംഭവം. അപ്പോൾ ഇത്രയും രംഗാചാരി. ആൻഡ് കമ്മിങ് ടു ദ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയില്ല, ഏറ്റവും നല്ലത് ഏറ്റവും അവസാനത്തേക്ക് കഴിയുന്നത്. ഇതെല്ലാം നല്ലതാണ്, എല്ലാം ഞാൻ മനസ്സറിഞ്ഞ് മേടിച്ചതാണ്. അതായത് ഞാൻ രംഗാചാരി എന്ന് ഇത്രയും സാരീസ് വാങ്ങിച്ചല്ലോ, കുറേ സാരീസ് എല്ലാം കോട്ടൺ ബേസ്ഡ് ഹാൻഡ്ലൂം സാരി, എല്ലാം കൂടി എനിക്ക് 7,000 സംതിങ് ആയിട്ടുള്ളൂ. അതൊരു ഭയങ്കര ലാഭമായിട്ട് തോന്നി. പിന്നെ കുറച്ച് കാശായത് സുന്ദരി സിൽക്സിൽ കുറച്ച് കൂടുതൽ കാശായി. കാര്യം അവിടെ 2 ബാഗിനി സിൽക്ക് ഞാൻ മേടിച്ചല്ലോ. പിന്നെ ബാക്കിയെല്ലാം നോർമലാണ്. പിന്നെ ഏറ്റവും കൂടുതൽ കാശ് ആയി എന്ന് പറയുന്നത് മറ്റേ റെഡി ടു വെയർ സാരി സ്റ്റിച്ച് ചെയ്ത് തരുന്ന സാരി ഷോപ്പിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെ സാരിയൊക്കെ 800, 900, 1000 സാരി മേടിച്ചോണ്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു എന്താ പറയുക, റെഡി ടു വെയർ പാറ്റേണിലേക്ക് സ്റ്റിച്ച് ചെയ്ത് തരുന്നതിനുള്ള തയ്യൽ കൂലി മാത്രം കൊടുത്താൽ മതി. എമർജൻസി സ്റ്റിച്ചിങ് ആണെങ്കിലാണ് കൂടുതലാവുന്നത്. അല്ലെങ്കിൽ ഒരു 400 രൂപ 600 രൂപയ്ക്കകത്ത് തന്നെ ആവുള്ളൂ. അതാണ് ലാഭം. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം. Such a beautiful silk saree.
വിത്ത് ബോട്ടിൽ ഗ്രീൻ, നല്ല ബ്യൂട്ടിഫുൾ ഗ്രീൻ ബ്ലൗസ്. എൻ്റെ മുന്താ ബോർഡറൊക്കെ നോക്കി എന്താ മനോഹരമായിരിക്കുന്നു. ഇതൊരു വലിയ ഫംഗ്ഷനൊക്കെ ഇടാം, വെഡിങ്സ്, നല്ല ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഇവൻസിനൊക്കെ ഇടാൻ പറ്റും. നല്ല ഭംഗിയില്ലേ ഈ പച്ച കളറും. പിന്നെ ഇതിൻ്റെ ബോർഡറും. ഇതിൻ്റെ വില 8,450, അത് 8,500 എന്ന് പറയാം, 8,500. ഇതതിൻ്റെ മുന്താണിയാണ്. മുന്താണിയിൽ ഇത് ഡ്രസ്സിലെല്ലാം അവർ കെട്ടി തന്നു. ദിസ് ഈസ് ദ മുന്താണി. മുന്താണിയിൽ ഗ്രീനാണ്. വെരി ബ്യൂട്ടിഫുൾ. എന്നാൽ ഭയങ്കര ഹെവി അല്ല. കാഞ്ചീപുരം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കോൺസെപ്റ്റ് ഭയങ്കര ഹെവി സാരീസാണ്. ഇപ്പൊ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കാഞ്ചീപുരം സിൽക്കാണ് ഇപ്പൊ ഫാഷൻ. അതാണ് എല്ലാവർക്കും ഇഷ്ടവും കൊടുക്കാൻ. ഇതിങ്ങനെ ഇരിക്കും. ഈ പച്ച ബ്ലൗസ് ഇടാം. പിന്നെ മുന്താണിയിൽ ഈ മനോഹരമായ ഒരു മുന്താണി ഉണ്ടാവും. ഓക്കെ, എന്താ എനിക്ക് പറയാൻ വാക്കുകളില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി റാണി പിങ്ക്. അപ്പൊ നമ്മുടെ നാട്ടില് ഇതുപോലെ ഒരു സാരി ഈ വിലയ്ക്ക് എനിക്ക് വാങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിപ്പോൾ ഒരുപാട് കടകളിൽ, എല്ലായിടത്തും എവിടെ പോയാലും ഷോപ്പിങ്ങിന് പോകുന്ന ആളാണ്. കടകൾ, പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽസ്, ആക്സസറീസിന്റെ കടകളെല്ലാം പോകും. അപ്പോൾ കേരളത്തിൽ എന്തായാലും ഈ വിലയ്ക്ക് കിട്ടും. അതും ഒറിജിനൽ പ്യുവർ സിൽക്ക്. നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ പറ്റും. ഞാൻ എവിടെയെങ്കിലും കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ വ്ളോഗ് എടുക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഉടുത്ത് കാണാനും പറ്റും, കുഴപ്പമില്ല. അപ്പോൾ ഓർമ്മിച്ചാൽ മതി ഞാൻ വലിയ വാങ്ങിച്ചാണ്. ഇപ്പം ബ്ലൗസ് പീസ് കോൺട്രാസ്റ്റ് ആണ്. ഇഷ്ടമായോ? ഭയങ്കര ഭംഗിയുണ്ട് അല്ലേ? റാണി പിങ്ക് ആൻഡ് ഗ്രീൻ. അയ്യമ്മേ, ഇതിന് മടക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. അതിലൊരു മടക്കുണ്ട്, അത് കാരണം അത് ഫോളോ ചെയ്താൽ മതി. ഇത് നമ്മുടെ ചെന്നൈ ബ്ലോഗ്സിൽ ഇത് മേടിക്കുന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൽ എത്രത്തോളം ഇത്രയും വിശദമായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. മാത്രമല്ല അവിടുത്തെ ലൈഫ് പാറ്റേണും ഡിഫറെൻ്റ് ആണല്ലോ കടയിൽ. അപ്പോൾ ഈ കറക്റ്റ് കളർ എനിക്ക് ഇപ്പം അറിയില്ല. നമ്മളിപ്പോൾ എടുക്കുന്ന ക്യാമറയിൽ ഇങ്ങനെ വന്നിരിക്കുന്നതില്ല കളർ. പക്ഷെ ദിസ് ഇസ് റാണി പിങ്ക് ആൻഡ് ബ്യൂട്ടിഫുള്ളി ഗ്രീൻ കളർ. ഇനി എൻ്റെ ലാസ്റ്റ് സാരി എടുക്കുന്നു. പട്ട് സാരി തന്നെയാണ് അത്. ഇതും നല്ലിന്ന് വാങ്ങിയതാണ്. ഇതൊരു മഞ്ഞയാണ്, യെല്ലോ കാഞ്ചീപുരം സിൽക്ക്. ബ്ലൗസ്, യെസ്, സോ ബ്യൂട്ടിഫുൾ. അതെന്തോ ലൈറ്റ് വെയിറ്റ് കാഞ്ചീപുരമാണ്, ഹെവി വെയിറ്റ്. ഇതിന്റെ വിലയും 6,572. ഇതിന്റെ വിലക്കാട്ടിലും ഒരു 2,000 രൂപയുടെ വ്യത്യാസമുണ്ട്. ആദ്യം കാണിച്ച റാണി പിങ്ക് വരുന്നുണ്ട്. ഇത് 6,500, 6,600. ഇതിനകത്ത് 8,600 അടുപ്പിച്ച് വരും. ഇത് കുഞ്ഞ് ബോർഡറാണ്. രണ്ട് സൈഡിലും ഫുൾ ബൂട്ടാസാണ്, മറ്റേ കസവിൻ്റെ. ഇതിലൊരു കുറവായിട്ട് എനിക്ക് തോന്നിയത്, കുറവല്ല, അതെനിക്കില്ലാത്തൊരു കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. ഇതാണ് എൻ്റെ ഒരു ബ്ലൗസ്. സാധാരണ ഞാൻ ഈ ഒരു കളർ അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല, പക്ഷെ എനിക്കില്ലാത്തൊരു കളർ ആയതുകൊണ്ട് ഒരു ഗോൾഡൻ മസ്റ്റേർഡ് ആയിട്ടിരിക്കുന്നു. ഇതാണ് അതിൻ്റെ ഒരു ബ്ലൗസ്. പിന്നെ ഇത് അതിൻ്റെ മുന്താണിയും സെയിം കളർ, ഫുൾ വർക്ക്ഡ് സ്കസർ, ബുട്ടാസ്. ഇതതിൻ്റെ ആ സെയിം കളറാണിത്. പക്ഷെ നമുക്കത് ഒരു ചേഞ്ചിന് മാറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഗ്രീൻ ഇട്ടാൽ മതിയല്ലോ, നല്ല ഭംഗിയായിരിക്കും. ഈ ബ്ലൗസ് വേണമെങ്കിൽ എടുത്ത് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇടാം, നോ പ്രോബ്ലം. യെല്ലോ ആൻഡ് ഗ്രീൻ നല്ല കോംബോ ആണ്. അല്ലെങ്കിൽ യെല്ലോ ആൻഡ് പേർപ്പിൾ ഓർ റെഡ്, എനിത്തിങ്, എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ, മെജന്ത, എവറിത്തിങ് ഗോസ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ബ്ലൗസ്. അതിൻ്റെ മുന്താണിയുടെ സെയിം കളറിൽ. ആദ്യ കാഴ്ചയിൽ തന്നെ ഞാൻ സാരിയിലേക്ക് വീണുപോയി പറയാൻ. ഐ ഫെൽ ഇൻ ലവ് വിത്ത് ദിസ് സാരി. കാഴ്ചയിൽ നമുക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് ഒരുപാടൊന്നും അന്വേഷിക്കണ്ട, ഇടുമ്പോൾ തന്നെ നമുക്കങ്ങ് ഇഷ്ടാവും. അങ്ങനെയാണത് സംഭവിച്ചത്. ഇതിൻ്റെ ഒറിജിനൽ കളറിലെ ബ്ലൗസാണ് ഇടുന്നതെങ്കിൽ ഒരു ഗോൾഡൻ സംതിങ് ആണ്. ഇത് ഓരോ ടൈപ്പ് ഓഫ് കളറാണ് ഇതിൻ്റെ ഒരു കോൺട്രാസ്റ്റ്. അപ്പൊ ഇതാണ് ചെന്നൈ ഷോപ്പിംഗ് കളക്ഷൻ.
സാരീസിൻ്റെ. വേറെ ഡ്രസ് മെറ്റീരിയലൊന്നും മേടിച്ചില്ല. ഇതിനെല്ലാം കുറച്ച് ബ്ലൗസ് പീസസ് എല്ലാം അഡീഷണൽ ആയിട്ട് മേടിച്ചിട്ടുണ്ട്. ചില കളേഴ്സൊക്കെ റെയറാണ്, അത് ഇവിടെ ചിലപ്പോൾ അതിൻ്റെ ബ്ലൗസ് കിട്ടിയില്ലെങ്കിലോ എന്ന് മേടിച്ചിട്ട് കോൺട്രാസ്റ്റ്. ആൻഡ് ഫോർ അവിടെ ഒരുപാട് ബ്ലൗസിൻ്റെ സെലക്ഷനും ഉണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ അതും കൂടി മനസ്സിൽ കണ്ടിട്ട് അവിടെ തന്നെ വാങ്ങും. ഓക്കെ, ഇതെല്ലാം കവറിലിട്ട് തിരിച്ചു വയ്ക്കണം. ഇപ്പോൾ ഏതാണ്ടൊരു തുണിക്കട തുടങ്ങാനുള്ള സാരി ആയി കഴിഞ്ഞു. ഇതിപ്പോൾ ഞാൻ കുറേ നാളായില്ലേ ഇങ്ങനെ ഒരു വലിയ ഷോപ്പിംഗ് ചെയ്തിട്ട്, എനിക്ക് തോന്നുന്നു കുറച്ച് നാളായി. പക്ഷെ ഇനി അടുത്ത എൻ്റെ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വെക്കണം, ഇതിനൊക്കെ ബ്ലൗസ് തയ്ക്കണം, ഇനി ഇതെല്ലാം സൂക്ഷിച്ച് വയ്ക്കാൻ അലമാരയിൽ സ്ഥലം ഉണ്ടാക്കണം, അങ്ങനത്തെ കാര്യം. പിന്നെ ഇനിയും ട്രാവൽ ചെയ്യാൻ പോവുകയാണ്, അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ ഡിലേ വരും, ഇതൊക്കെ ഉടുക്കാനുള്ള കാര്യത്തിൽ ഡിലേ വരും. ട്രിവാൻഡ്രത്തുണ്ടെങ്കിലല്ലേ ഇതൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇൻ ആൻഡ് അറൗണ്ട് കേരളത്തിലാണെങ്കിൽ ഇതൊക്കെ, അല്ലെങ്കിൽ ഇന്ത്യക്കകത്താണെങ്കിലും സാരീസ് കൊടുക്കാൻ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. പക്ഷെ നമ്മളിപ്പോൾ പുറത്തോട്ടൊക്കെ പോവുകയാണെങ്കിൽ കൂടുതലും വെസ്റ്റേൺ വെയർ ആയിരിക്കും, കാഷ്വൽസും ഒക്കെ. അപ്പം ഇനിയും കുറേ യാത്രകളുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് വന്നിട്ടൊക്കെ ചിലപ്പോൾ അടുത്ത വർഷം 2025 ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനമാവും. എല്ലാം ഉടുക്കാനൊക്കെ ഉള്ളൊരു അവസരം കിട്ടും, അപ്പം നമുക്ക് ഉടുക്കാൻ കാണാം. എന്നാലും ഇതെൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഞാൻ മേടിച്ചതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട് എൻ്റെ മനസ്സിന് ഇണങ്ങിയ രീതിയിലുള്ള സാരീസാണെല്ലാം. ഓക്കെ, അപ്പോൾ ഇതാണ് കളക്ഷൻ. പിന്നെ ഞാൻ അനുക്കുട്ടിയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ അങ്ങനെ അധികം വാങ്ങേണ്ട കാര്യമില്ല. ഇതെല്ലാ സാരീസും അനുക്കുട്ടിക്കും കൂടി ഉള്ളതാണല്ലോ. അപ്പോൾ ഇതിൽ ഏത് സാരി വേണമെങ്കിലും അനുവിന് വെയർ ചെയ്യാം. അപ്പം ബ്ലൗസ് മാത്രം സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്യാൻ അത്രേ ഉള്ളൂ. പാർവതിക്കുള്ളത് നമ്മളിപ്പോൾ ഞാൻ മാഞ്ചസ്റ്ററിലേക്ക് പോകുമ്പോൾ ഇത് കൊണ്ടുപോയി കൊടുക്കും. ബാക്കിയെല്ലാം ഇങ്ങനെയൊക്കെ ചെയ്യാനുണ്ട്. അപ്പം ലേ മോൾക്ക് ഒരു സ്കർട്ടും ബ്ലൗസും മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി അവിടുന്ന് എനിക്ക് അധികം കളക്ഷൻ എടുക്കാൻ പറ്റില്ല. പട്ടിൻ്റെ തന്നെയാണ് ഇതൊരു റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ. പക്ഷേ ഇനിയിപ്പോൾ ട്രിവാൻഡ്രത്തു നിന്നും കൂടി കുറച്ച് സ്കർട്ടും ബ്ലൗസും ഒക്കെ മേടിക്കുക. അടുത്ത ഓണത്തിന് വേണ്ടിയിട്ടാണ്, അല്ല അടുത്ത വിഷു ആ സമയത്തൊക്കെ ഇടാനായിട്ട്. ആ സമയത്ത് ഞാൻ പോകുന്നുണ്ടാവില്ലല്ലോ. അപ്പം അവർക്ക് ആ ഒരു കുറച്ച് വലുതാണ് മേടിച്ചിരിക്കുന്നത്, അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്ലോത്ത്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. പിന്നെ അവിടെ മാല മേടിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇതൊരു മാല, ഇതെല്ലാം നമുക്ക് കോട്ടൺ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒക്കെ സാരിക്ക് ഇടാൻ പറ്റും. ദിസ് ഇസ് വൺ. പിന്നെ ഇത് വേറൊരെണ്ണം. നോക്കി ആനെ നോക്കി ഇത് കുറച്ച് പല ടൈപ്പ് ഓഫ് മാലാസ്. പിന്നെ ഇത് അതിൻ്റെ തന്നെ വേറൊരു പാറ്റേൺ, ബീഡ്സിൻ്റെ കുറച്ച് ജങ്കി ആയിട്ടുള്ള കുറച്ച് മാലകളാണ് എല്ലാം. പിന്നെ ഇത് നല്ല ഭംഗിയുണ്ട്. പിന്നെന്താ, പിന്നെ ഇതെനിക്ക് വളരെ ഇഷ്ടമായി, ബ്യൂട്ടിഫുൾ പീസ്. ഇതൊക്കെയാണ് കളക്ഷൻസ്. പെട്ടെന്ന് കണ്ടപ്പോൾ ഇഷ്ടമായി, അങ്ങ് മേടിച്ചു, അത്രേ ഉള്ളൂ. ഇത് പ്ലാൻ ചെയ്ത് വാങ്ങിക്കാൻ പോയതല്ല, അവിടെ കണ്ടപ്പോൾ മേടിച്ചു. ഇതെല്ലാം സുന്ദരി സിൽക്സിൻ്റെ കടയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഷോപ്പിംഗ് കഥ, ഷോപ്പിംഗ് സംഗതികൾ. എൻ്റെ സെലക്ഷൻ ഓഫ് സാരീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാനും ഇഷ്ടമാണല്ലോ. ഞാനിങ്ങനെ സാരി ഷോപ്പിംഗ്, എന്തെങ്കിലും ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് വരുമ്പോൾ നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനത് കാണിക്കാമെന്ന് വിചാരിച്ചത്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട്. അല്ലെങ്കിൽ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, പക്ഷെ നിങ്ങളത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ യൂട്യൂബ് ഫാമിലിക്ക് അതൊക്കെ എന്തൊക്കെയാണ് ഇഷ്ടം എന്നുള്ളത് എനിക്ക് ഏകദേശമൊക്കെ അറിയാം. എൻ്റെ ഷോപ്പിംഗ് ഇഷ്ടമാണ്, പ്രത്യേകിച്ച് സാരീസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷോപ്പ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ക്ഷേത്രങ്ങളിൽ പോകുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, അങ്ങനെ ടെമ്പിൾ യാത്രകൾ കുറച്ച് അങ്ങനെയല്ല ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും അത് പിക്ചറൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്തായാലും ഒരു യാത്ര പോയി, ഇനി കുറേ നാളത്തേക്ക് ചെന്നൈക്കൊന്നും പോകില്ല. അപ്പോൾ ഇത് കുറച്ച് സാരീസ് നമുക്ക് ആവശ്യം വരും, അതെല്ലാം എടുക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ, കമൻറ്റ് ബോക്സിലേക്ക് വരിക. പിന്നെ എന്തിനാ ഇത്രയും സാരീസ് വാങ്ങി കൂട്ടുന്നതെന്നൊക്കെ ചിലപ്പോൾ കുറച്ച് പേർക്കെങ്കിലും തോന്നുന്നുണ്ടാവും. അതൊന്നും അങ്ങനെയല്ല, എനിക്ക് ഒരുപാട് പർപ്പസ് ഉണ്ട്. എനിക്ക് ഒരുപാട് ഫങ്ഷൻസ്, ഷൂട്ട് കാര്യങ്ങൾ ഇതൊക്കെ ഉടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. കാര്യം മാറി മാറി പല പല കോസ്റ്റ്യൂംസ് ഇടേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് കൂടിയാണ് മേടിക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ടല്ലോ, അതെല്ലാം കുറേ കണ്ടു കഴിഞ്ഞതെല്ലാം പിന്നെ അടുത്തൊന്നും ഇടാൻ പറ്റില്ല. പഴയ കാണാത്ത കുറേ എണ്ണം സാരീസൊക്കെ കുറേയൊക്കെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഉപയോഗിക്കുന്നുമുണ്ട്. കുറേ സാരീസ് എല്ലാം ഉപയോഗിച്ച് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ പിന്നെ കുറേ സാരീസൊക്കെ ഞാൻ കൊടുക്കുന്നുമുണ്ട്, അല്ലാണ്ട് അതൊന്നും പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടല്ലല്ലോ കൊടുക്കുന്നത്. കുറേയൊക്കെ ഞാൻ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്, ആവശ്യക്കാർക്ക്, അങ്ങനെയല്ല. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും വറീഡാകണ്ട. ഞാനങ്ങനെ വേസ്റ്റ് ചെയ്യല്ല, ഇതെല്ലാം നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് Lakshmi Vlogs. Love you all.